ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ അന്വേഷണ സംഘം എന്തൊക്കെ വിമർശനങ്ങളാണ് ഉന്നയിക്കാൻ പോകുന്നത്, അടച്ചിട്ട മുറിയിലാണോ ഈ വാദം നടക്കുന്നത് എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ട പശ്ചാത്തലമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്താണ് ചേരാൻ പോകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദങ്ങൾ കോടതി അംഗീകരിക്കുമോ, അതിനപ്പുറത്ത് അതിജീവിതയുടെ പരാതിയെ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമോ, എന്താണ് നടക്കുന്നത്? സജിത്ത, അടച്ചിട്ട് മുറിയിലാണോ ഇപ്പോഴത്തെ വാദം? കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി പരിഗണിക്കുകയാണ്, വാദം കേൾക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിസുപ്രധാനമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലെ ഈ നടപടികൾ എന്നതാണ് ശ്രദ്ധേയം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന ഒരു ഹർജി കൂടിയാണ് പരിഗണിക്കപ്പെടുന്നത്. ജാമ്യ ഹർജിയിൽ കോടതി എതിരായാൽ രാഹുലിന് കീഴടങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അറസ്റ്റുണ്ടാവും. കോൺഗ്രസിന് കടുത്ത നടപടികൾ പ്രഖ്യാപിക്കേണ്ടി വരും. അതേസമയം ജാമ്യം ലഭിച്ചാൽ താൽക്കാലിക ആശ്വാസം എന്ന് പറയാം. സ്വാഭാവികമായും രാഹുൽ അന്വേഷണത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും, ചോദ്യം ചെയ്യലിന് വിധേയനാവേണ്ടി വരും, ഒപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തേണ്ടി വരും, നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഒപ്പം കോൺഗ്രസിന്റെ നീക്കം കൂടി ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും കോടതി ഈ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പരാമർശിച്ചതുപോലെ ഈ ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷനും രാഹുലിന്റെ അഭിഭാഷകരും ഉയർത്തുന്ന വാദങ്ങൾ ശ്രദ്ധേയമാണ്. കാരണം സീൽ വെച്ച കവറിൽ നൽകിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങൾ ഈ മുൻകൂർ ജാമ്യ ഹർജിയുടെ പരിഗണനയ്ക്ക് കോടതി പരിഗണിക്കുമോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിരീക്ഷണം നടത്തുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. സമാനമായ ചില കേസുകളിലൊക്കെ മുമ്പ് പ്രതിക്ക് ജാമ്യം കിട്ടിയ സാഹചര്യമുണ്ട്. ഇതാണ് ശാസ്തമംഗലം അജിത്ത് എന്ന രാഹുലിൻ്റെ അഭിഭാഷകന് നൽകുന്ന ആത്മവിശ്വാസം. പക്ഷേ ആത്മവിശ്വാസം പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ കേസിന് അനുബന്ധമായുള്ളൊരു കേസിലാണ് രാഹുൽ ഈശ്വറിന് ജാമ്യം നിഷേധിക്കപ്പെട്ടത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടി വരും. എന്താണ് ഈ കേസിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം കോൺഗ്രസ് കേന്ദ്രങ്ങളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താണ് കോടതി നടപടി എന്ന കാര്യത്തിൽ. തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുന്നു. രാഹുലിനെതിരായ നീക്കം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകുമോ? ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുമോ? കീഴടങ്ങുമോ? അതല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ സെഷൻസ് കോടതിയിലെ ഈ നടപടികൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ വാദം നടക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇതിനിടയിൽ നമുക്ക് പരാമർശിച്ചു പോകേണ്ട രണ്ട് ഹർജി കൂടിയുണ്ട്. അതിലൊന്ന് സന്ദീപ് വാര്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയാണ്, മറ്റൊന്ന് രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യ ഹർജിയാണ്. ഈ മൂന്ന് ഹർജികളും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിലുള്ള വാദം നടക്കുകയാണ്. ഒളിവിൽ കഴിയുന്ന രാഹുലിന് ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഒപ്പം കോൺഗ്രസ് നേതാക്കളും കാത്തിരിക്കുകയാണ്. ഇതുവരെ അവർ മുന്നോട്ട് വെച്ച ന്യായങ്ങളൊന്നും പോരാ എന്ന അവസ്ഥ അവർക്ക് വന്നിരിക്കുന്നു. കാരണം ഒരു പരാതി കൂടി ഉണ്ടായിരിക്കുന്നു. നേരത്തെ രാഹുലിനെ സമാന്തരമായെങ്കിലും അല്പമെങ്കിലും രാഹുലിനെ ന്യായീകരിച്ചിരുന്ന നേതാക്കളും നിലപാട് മാറ്റിയിരിക്കുന്നു. ഇനി രാഹുലിനൊപ്പം ഞങ്ങളില്ല, രാഹുൽ പുറത്ത് എന്ന നിലപാടിലേക്ക് തന്നെ കോൺഗ്രസ് നേതാക്കൾ നിലപാടെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ശരി, അതാണ് കെ മുരളീധരനെ പോലെയുള്ള നേതാവ് നേരത്തെ പ്രതികരിച്ചത്. എങ്കിൽ ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ തീരുമാനം എന്താകും, അതിനനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. KPCC പ്രസിഡന്റ് തീരുമാനം അറിയിക്കും, യുക്തമായ നടപടി പാർട്ടി നേതൃത്വം എടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു വെക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബന്ധപ്പെട്ട വേറെ ചില പരാതികളും വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നിൽക്കുകയാണ്. കോടതി ഇന്ന് വിധി പറയുമെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് തുടക്കം മുതൽ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അറിയുന്നതാണ്. അപ്പോൾ കോടതി എന്താണ് തീരുമാനം എടുക്കുന്നതെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞ ശേഷം KPCC പ്രസിഡന്റ് എല്ലാ നേതാക്കന്മാരുമായി കൂടി ആലോചിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഞങ്ങൾക്കാരെയും സംരക്ഷിക്കുന്ന കാര്യമില്ല. ഇതാണ് ചെന്നിത്തലയുടെ പ്രതികരണമെങ്കിൽ അടൂർ പ്രകാശ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. എന്താന്ന് ചോദിച്ചാൽ എന്റെ കയ്യിൽ പരാതി കിട്ടിയിട്ടില്ല. എന്റെ കയ്യിൽ പരാതി കിട്ടി എങ്കിൽ ഞാൻ നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാം. എന്റെ കയ്യിൽ ഏതായാലും പരാതി പ്രതിപക്ഷ നേതാവ് കൃത്യസമയത്ത് നടപടിയെടുക്കായിരുന്നു അദ്ദേഹത്തിന്റെ വീഴ്ചയാണ്. അദ്ദേഹം പാർട്ടിയുമായിട്ട് അദ്ദേഹം പങ്കുവച്ചിരുന്നില്ലേ? യൂണിഫോമായിട്ട് പങ്കുവച്ചിരുന്നില്ല. യൂണിഫോമായി അങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല. അദ്ദേഹം പരാതി പങ്കുവെക്കാതെ ഒതുക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പരാതി അദ്ദേഹം ഒതുക്കി എന്നത് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ വളച്ചൊടിക്കാൻ പാടില്ല.
ഏതായാലും ഒരു പരാതി വന്നു, അതൊക്കെ അന്വേഷിക്കട്ടെ. ഇപ്പോൾ DGPയും മറ്റും അന്വേഷണം നടത്തി കാര്യങ്ങൾ പുറത്തു വരട്ടെ. നമുക്ക് അന്നേരം ഈ അല്ല കുഴപ്പമില്ല, അത് അവർക്ക് മറുപടി പറയണ്ടേ. അല്ല അല്ല ഇനിയിപ്പോ അങ്ങനെ എല്ലാ പരാതികളെ കുറിച്ചും അങ്ങനെ പറയാൻ പറ്റില്ല. ഏതായാലും ഞങ്ങളുടെ ഈ പരാതികൾ അങ്ങനെ ആകെ KPCCക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒറ്റ പരാതിയെ കുറിച്ചാണ്. അത് അപ്പം തന്നെ ഞങ്ങൾ DGPക്ക് കൊടുത്തു. ഞങ്ങൾ കമ്മീഷനെ വെച്ചില്ല എന്ന് കൂടി നിങ്ങളൊന്ന് അതുകൂടെ റിപ്പോർട്ട് ചെയ്യും. ആർക്കും ആകാം. പാർട്ടി നേതാക്കൾ പോലീസിനെ സഹായിക്കും. പോലീസിനെ എന്തിനാ സഹായിക്കുന്നത്? ഈ നമ്മുടെ കേരളത്തിലെ പോലീസിനെ അത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. കേരളത്തിലെ പോലീസ് ഇതിനെ എല്ലാ അർത്ഥത്തിലും എങ്ങനെയും കണ്ടുപിടിക്കുവാനും എവിടെയുണ്ട് എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നല്ല കൃത്യമായി അവർ കോമ്പറ്റന്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ. അപ്പൊ അവരെ സഹായിക്കേണ്ട ഒരു കാര്യമില്ല. ഈ നേരത്തെയുള്ള ആശയങ്ങളും പരാതികളും ആ സമയത്ത് നടപടിയെടുത്ത് പോയിരുന്നെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് അപ്പുറമായിരുന്നു. അല്ല ഈ അത്തരം കാര്യങ്ങൾ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞല്ലോ. പിന്നെ അതിന് വീണ്ടും മറുപടി പറയണം. ഞാൻ മറുപടി പറഞ്ഞല്ലോ. യെസ്, അതായത് കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിടുന്നു എന്ന് തന്നെയാണ് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുലിനെ പിന്തുണച്ചിരുന്ന നേതാക്കൾ ഒരു ഘട്ടത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വിമർശനങ്ങൾ രൂക്ഷമായ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടം ഒരല്പം പിന്നോട്ട് പോവുകയും പിന്നീട് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രവൃത്തികളിൽ രാഹുൽ മാങ്കൂട്ടം സജീവമായി കണ്ണാടിയിലടക്കം പ്രചാരണത്തിനിറങ്ങി. ആ ഘട്ടത്തിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പിന്നീടുണ്ടായതെങ്കിൽ ആ പ്രതിരോധ കോട്ടകൾ തകർന്നു വീഴുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡാനിലേക്കാണ് ഇനി പോകേണ്ടത്. ഡാൻ, നേതാക്കളുടെ പിന്തുണ എന്താണ് എങ്കിലും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ കോടതി നടപടികളാണല്ലോ ഈ വിഷയത്തിൽ നിർണായകമാകുന്നത്. ഇപ്പോൾ കോടതി വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ അതെയോ രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളുമോ? ഇതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഡാൻ, 16ാമത്തെ കേസായാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതെന്നാണ് നമുക്ക് വിവരം. ഈ വാദം നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൊരു സ്ഥിരീകരണം വന്നതിന് ശേഷം അക്കാര്യത്തിൽ കൃത്യമായി നമുക്ക് പ്രേക്ഷകരിലേക്ക് വിശദാംശങ്ങൾ എത്തിക്കാം. എന്തായാലും അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ആവശ്യം കോടതി പരിഗണിക്കുകയാണെന്ന് തന്നെയാണ് സൂചന. മാത്രവുമല്ല ഇരു വിഭാഗങ്ങളും, അതായത് ആരോപണ വിധേയനും രണ്ട് തരത്തിൽ ഉള്ള ഡിജിറ്റൽ തെളിവുകൾ, വാട്സാപ്പ് ചാറ്റുകൾ, അതോടൊപ്പം സ്ക്രീൻഷോട്ടുകൾ, അതോടൊപ്പം തന്നെ ചില ചിത്രങ്ങൾ, സ്വകാര്യ ദൃശ്യങ്ങൾ അടങ്ങിയ പെൻ ഡ്രൈവുകൾ ഇതടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വിശദമായി തന്നെ പരിശോധിക്കുന്ന തരത്തിലേക്ക് കോടതി എത്തും. ആ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ ഈ വാദം ഇന്ന് കേട്ടതിന് ശേഷം വിധി പറയാനായി മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ടെന്ന സൂചനകൾ കൂടി